ഇറാനും ഇസ്രായേലും പശ്ചിമേഷ്യയിൽ സംഹാര താണ്ഡവമാടുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നം? ഇതിന്റെ എല്ലാമിടയിൽ അമേരിക്കയുടെ പേര് കേൾക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, കേൾക്കാൻ കാത്തിരുന്ന ആ ചരിത്രവും അറിവും ആഴത്തിലറിയാം. $16,48,195 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ 9.24 കോടി ജനസംഖ്യയിൽ ലോകത്ത് 17ാം സ്ഥാനത്ത് നിലയുറപ്പിച്ച രാജ്യമാണ് പേർഷ്യ, ഇന്നത്തെ ഇറാൻ. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ ഏകദേശം അരയോളം വലുപ്പം. മതപരമായി ഇറാൻ ഒരു ഷിയ മുസ്ലിം രാജ്യമാണ്. ലോകത്തിലെ ഷിയ വിഭാഗത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി രാജ്യത്തെ കണക്കാക്കപ്പെടുന്നു. രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരമായ ടെഹ്റാനാണ് തലസ്ഥാനം. പ്രകൃതി വിഭവങ്ങളിൽ സമ്പന്നമായ ഇറാൻ പ്രത്യേകിച്ച് എണ്ണയും പ്രകൃതിവാതകവും കൊണ്ടാണ് ലോകത്ത് വലിയ ശ്രദ്ധ നേടുന്നത്. ഈ കാരണത്താൽ ഇറാന്റെ സാമ്പത്തികവും ആഗോള രാഷ്ട്രീയത്തിലുള്ള സ്ഥാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ചരിത്ര പൈതൃകവും സാമ്പത്തിക വിഭവങ്ങളും രാഷ്ട്രീയ ശക്തിയും കൊണ്ട് പശ്ചിമേഷ്യയിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമായി 22,000 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ 90 ലക്ഷം ജനസംഖ്യയുമായി മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഒരു പ്രധാന രാജ്യമാണ് ഇസ്രായേൽ. 1948 രൂപം കൊണ്ട രാജ്യം ലോകത്തിലെ ഏക ജൂതമത രാഷ്ട്രമാണ്. തലസ്ഥാനം ജെറുസലേമാണെങ്കിലും ടെല്ലവീവാണ് പ്രധാന നഗരം. സ്റ്റാർട്ടപ്പ് നേഷൻ എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്ന ഇസ്രായേൽ ഇന്നോവേഷനിലും ടെക്നോളജിയിലും ശക്തരാണ്. ചെറിയ രാജ്യമായിരുന്നിട്ടും സാങ്കേതിക വിദ്യ, സൈനിക ശക്തി, രാഷ്ട്രീയ സ്വാധീനം എന്നിവ കൊണ്ട് ലോകത്ത് മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ച രാജ്യമാണ് ഇസ്രായേൽ. ഇറാനും ഇസ്രായേലും തമ്മിൽ ശത്രുക്കളായി മാറിയത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ചരിത്രപരമായ സംഭവങ്ങളുടെയും രാഷ്ട്രീയ മാറ്റങ്ങളുടെയും ഫലമാണ്. 1979 മുൻപ് ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് ശത്രുക്കളായിരുന്നില്ല. അന്ന് ഇറാൻ ഭരിച്ചിരുന്നത് മുഹമ്മദ് റസ ഷാ പഹ്ലവി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇറാൻ പാശ്ചാത്യ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തി വന്നിരുന്നു. ഇതിലൂടെ ഇസ്രായേലുമായും രഹസ്യമായ സൗഹൃദങ്ങൾ നിലനിന്നിരുന്നു. 1979 നടന്ന ഇറാനിയൻ റവല്യൂഷൻ ഇതെല്ലാം മാറ്റിമറിച്ചു. ഈ വിപ്ലവത്തിനു ശേഷം രാജഭരണം അവസാനിക്കുകയും റൂഹുല്ല ഖമനേയിയുടെ നേതൃത്വത്തിൽ മതാഷ്ഠിതമായ ഒരു പുതിയ ഭരണകൂടം ഇറാനിൽ സ്ഥാപിതമാകുകയും ചെയ്തു. ഇറാനിയൻ വിപ്ലവത്തിന്റെ നേതാവായ റൂഹുല്ല ഖമേനി ഇസ്രായേലിനെ തുറന്നു പറഞ്ഞ് എതിർക്കുകയും അനധികൃത രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലിനെ കാണുകയും ചെയ്തു. ഇതോടെ ഇറാൻ ഇസ്രായേൽ ബന്ധം പൂർണ്ണമായി തകർന്നടിഞ്ഞു. ഇതോടുകൂടി ഇറാൻ പാലസ്തീൻ ജനതയെ ശക്തമായി പിന്തുണയ്ക്കാൻ ആരംഭിച്ചു. ലെബനനിൽ പ്രവർത്തിക്കുന്ന ഷിയ സംഘടനയായ ഹിസബുള്ള, ഗസയിൽ പ്രവർത്തിക്കുന്ന സുന്നി ഇസ്ലാമിക് സംഘടനയായ ഹമാസ് എന്നിങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകി. ഈ സംഘടനകൾ ഇസ്രായേലിനെതിരെ ആയുധാക്രമണങ്ങൾ നടത്തുന്നത് തുടർന്നു. ഇതോടെ ഇറാനെ ഒരു വലിയ സുരക്ഷാ ഭീഷണിയായി ഇസ്രായേൽ കാണാൻ തുടങ്ങി. ഇതിനൊപ്പം മറ്റൊരു പ്രധാന വിഷയമായി ഉയർന്നത് ഇറാന്റെ ആണവ പദ്ധതിയായിരുന്നു. ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് വികസിപ്പിക്കുമെന്ന് ഇസ്രായേൽ വിശ്വസിച്ചു. സമാധാനപരമായ ആവശ്യങ്ങൾക്കായാണ് ആണവ പദ്ധതി എന്നാണ് ഇറാൻ പറയുന്നതെങ്കിലും ഇത് ഇന്നും വലിയ ആശങ്കകൾക്ക് കാരണമാണ്. ഇരു രാജ്യങ്ങളും നേരിട്ട് വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും ഷാഡോ വാർ എന്നറിയപ്പെടുന്ന രഹസ്യ സംഘർഷങ്ങൾ വർഷങ്ങളായി തുടർന്നു വരുന്നുണ്ട്. സിറിയ പോലുള്ള രാജ്യങ്ങളിൽ ഇറാന്റെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ എയർ സ്ട്രൈക്കുകൾ നടത്താറുണ്ട്. സൈബർ ആക്രമണങ്ങൾ, ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങൾ
രഹസ്യ ഓപ്പറേഷനുകൾ എന്നിവയും ഈ സംഘർഷത്തിന്റെ ഭാഗമായി. എന്താണ് അമേരിക്കയ്ക്ക് ഇറാനോട് ഇത്ര വിദ്വേഷവും വെറുപ്പും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഒരു ഒറ്റ കാരണമല്ല. ചരിത്രം, രാഷ്ട്രീയം, സുരക്ഷ, സാമ്പത്തിക താൽപര്യങ്ങൾ എന്നിവയെല്ലാം ചേർന്നുള്ള സങ്കീർണമായ വിഷയങ്ങളാണ്. 1979 നടന്ന ഇറാനിയൻ റവല്യൂഷനാണ് വൈരാഗ്യത്തിന്റെ പ്രധാന തുടക്കം. അതിനു മുന്നേ അമേരിക്കയും ഇറാനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് കൗതുകം. വിപ്ലവത്തിനു ശേഷം രൂപം കൊണ്ട ഇറാനിയൻ റിപ്പബ്ലിക് അമേരിക്കയെ തുറന്നു പറഞ്ഞ് എതിർക്കാൻ തുടങ്ങി. ഇറാൻ മുൻ രാജാവ് മുഹമ്മദ് റസ ഷാ പഹ്ലവി അമേരിക്കയിൽ ചികിത്സയ്ക്കായി അഭയം തേടി. എന്നാൽ ഇറാൻ റവല്യൂഷനിൽ രൂപം കണ്ട ആന്റി അമേരിക്കൻ വാദം പിന്തുണയ്ക്കുന്ന വിഭാഗം ചിന്തിച്ചത് മുൻ രാജാവിനെ അമേരിക്ക വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു എന്നായിരുന്നു. അതിനു പിന്നാലെ ഇറാൻ ഹോസ്റ്റേജ് ക്രൈസിസ് സംഭവം നടന്നു. അതായത് ടെഹ്റാനിലെ അമേരിക്കൻ എംബസിയിൽ ജോലി ചെയ്ത 66 അമേരിക്കക്കാരെ ഇറാനിലെ വിദ്യാർത്ഥികളും പ്രതിഷേധക്കാരും ചേർന്ന് പിടികൂടി. ഇതിൽ 52 പേരെ 444 ദിവസം തടവിൽ വെച്ചു. ഈ സംഭവം ഇരു രാജ്യങ്ങളുടെയും ബന്ധം പൂർണ്ണമായി തകർക്കാൻ കാരണമായി. ഇറാന്റെ ആണവ പദ്ധതി അമേരിക്കയ്ക്ക് വലിയ ആശങ്കയാണ് എന്നുള്ളതാണ് വേറൊരു കാരണം. ഇത് ലോക സുരക്ഷയ്ക്ക് ഭീഷണിയാകാമെന്നും അമേരിക്ക കരുതുന്നു. മറ്റൊരു പ്രധാന കാരണം ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ ശക്തമായ പിന്തുണയാണ്. ഇസ്രായേൽ അമേരിക്കയുടെ പ്രധാന കൂട്ടാളികളിൽ ഒന്നാണ്. അതേസമയം ഇറാൻ ഇസ്രായേലിനെ എതിർക്കുകയും ഹിസബുള്ള, ഹമാസ് പോലുള്ള സംഘടനകൾക്ക് പിന്തുണ നൽകുന്നതും അമേരിക്കയെ ചൊടിപ്പിച്ചു. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് മേഖല ലോകത്തിലെ പ്രധാന എണ്ണ സമ്പത്തുകളുടെ കേന്ദ്രമായതിനാൽ ഇവിടെ സ്ഥിരതയും നിയന്ത്രണവും അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ്. ഇറാൻ ഈ സ്വാധീനത്തിന് ഒരു വെല്ലുവിളിയായി നിലകൊള്ളുന്നു എന്നുള്ളതും ഒരു പ്രധാന കാരണമാണ്. അമേരിക്ക എന്തിനാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത്? ഇതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1948 ഇസ്രായേൽ രൂപം കൊണ്ടത് മുതലേ ഇരു രാജ്യങ്ങളും നല്ല സൗഹൃദത്തിലാണ്. രാഷ്ട്രീയ, സാമ്പത്തിക താൽപര്യങ്ങൾ തന്നെയാണ് ഈ സൗഹൃദത്തിന്റെ ലക്ഷ്യം. എണ്ണ സമ്പത്ത് കേന്ദ്രങ്ങൾക്കിടയിലെ അമേരിക്കയുടെ സ്ട്രാറ്റജിക് പാർട്ണറാണ് ഇസ്രായേൽ. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സൈനികവും ഇന്റലിജൻസ് പരവുമായ സഹായത്തിനും പ്രധാന കേന്ദ്രമാണ് ഇസ്രായേൽ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഇതോടൊപ്പം സാംസ്കാരികവും സാമൂഹികവുമായ ബന്ധങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. ജൂത സമൂഹം ഉള്ളതിനാൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനോടുള്ള പിന്തുണ രാഷ്ട്രീയത്തിലും സാമൂഹിക തലത്തിലും ശക്തമാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷം 3 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, ലോക രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങൾ നിർണയിക്കുന്ന ഒരു നീണ്ടുനിൽക്കുന്ന സംഘർഷമാണ്. ഇതിന്റെ അന്ത്യം ആരുടെയും വ്യക്തമായ വിജയമാവില്ല. മറിച്ച് ചിന്തിക്കുന്നതിലും അപ്പുറം വലിയ നഷ്ടങ്ങളും ആഗോള അസ്ഥിരതയും സൃഷ്ടിക്കുന്ന ഒന്നാവുമെന്നതിൽ തർക്കമില്ല. ഒരു നിർണായക അറിവെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് അടിക്കുക. ഇതുപോലെ ചരിത്രത്താളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. സൈനിങ് ഓഫ്.